പീഡന ശ്രമത്തിനിടെ തമിഴ്നാട്ടിൽ വെച്ച് കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹം സംസ്കരിച്ചു. കാട്ടാക്കട നെയ്യർ ഡാം സ്വദേശി 61-കാരി ത്രേസിയുടെ മൃതദേഹം ഇന്നലെയാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം 29-ാം തീയതി മുതൽ ത്രേസിയെ കാണാതായിരുന്നു. പ്രതി വിമൽ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റഹീസ് ഋഷിദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, എന്തായിരുന്നു ഈ സംഭവം എന്ന് പ്രേക്ഷകരോടൊന്ന് വിശദീകരിക്കാമോ? കാരണം പ്രേക്ഷകർ ആ വാർത്ത നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ പീഡനം നടന്നത്? അരുൺ, കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് 25-ാം തീയതിയാണ് വീട്ടിൽ നിന്ന് ത്രേസ്യ പള്ളിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയത്. വേളാങ്കണ്ണി പള്ളിയിൽ നിന്ന് മകളെ ഒരു ദിവസം വിളിക്കുകയും ചെയ്തു. പിന്നീട് ഒരു തരത്തിലുള്ള വിവരവും ത്രേസ്യയെക്കുറിച്ച് ഇല്ലായിരുന്നു. അങ്ങനെ മകനും മകളും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്ന സമയത്താണ് 29-ാം തീയതി തിരുനെൽവേലിയിൽ ഒരു വയോധിക പറമ്പിൽ മരിച്ചു കിടക്കുന്നു എന്ന വിവരം ലഭിച്ചത്. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ ആ വയോധിക ത്രേസ്യ തന്നെയാണ് എന്ന് മനസ്സിലാവുകയായിരുന്നു. അവിടെ തന്നെയുള്ള തമിഴ്നാട് സ്വദേശിയായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് ഇരുചക്ര വാഹനത്തിൽ കയറ്റുകയായിരുന്നു. ഈ ത്രേസ്യയുടെ മകൻ നമുക്കൊപ്പമുണ്ട്. ഇടയ്ക്കിങ്ങനെ അമ്മ 4-5 ദിവസമൊക്കെ യാത്ര പോകുന്ന കൂട്ടത്തിലായിരുന്നു. 5 ദിവസത്തിനകത്ത് തിരിച്ച് വരണമായിരുന്നു. ഇത് 12 ദിവസം ആയിട്ട് പറഞ്ഞില്ലേ, ഇപ്പോഴും വരും ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ഇത് 12 ദിവസം ആയതിനു ശേഷം എനിക്ക് ഇനി വരാൻ സംശയമില്ല. അങ്ങനെ എന്റെ മനസ്സിലായി റഹീസ്. എനിക്ക് അദ്ദേഹത്തിന് പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും അത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായി പോയി. ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്ന പ്രായമായവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള വലിയ സംഘങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടാവും എന്നുള്ളതാണ്. നാടത്ര ശരിയല്ല എന്നേ പറയാനുള്ളൂ. എന്തായാലും പ്രതിയെ പിടിച്ചിട്ടുണ്ട്. വിമൽ രാജ് എന്നാണ് അയാളുടെ പേര്.